ഒരു മാളിൽ നമ്മുടെ ഹീറോയിൻ കുടുംബം ചെല്ലുന്നു. അങ്ങോട്ട് തന്നെ ഒരുത്തം വന്നിട്ട് ചുമ്മാ ആൾക്കാരെ കൊന്നുകളയാണ്. അത് ഷൂട്ട് ചെയ്തിട്ട് എന്താ സംഭവം എന്ന് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഹീറോയ്ക്കും മനസ്സിലാവുന്നില്ല. അവനൊരു പോലീസുകാരനാണ്, ഫാമിലിയെക്കാട്ടി ഇമ്പോർട്ടന്റ് ആണ് അവന് ബാക്കിയുള്ള ആൾക്കാരുടെ ജീവൻ. അതുകൊണ്ട് തന്നെ ഫാമിലി ഒളിപ്പിച്ച് നിർത്തിയിട്ട് അവൻ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ചെല്ലും. എന്നാൽ അവിടെ വെച്ച് അവൻ മരണപ്പെടും. പക്ഷേ അവൻ ജീവനോടെ എണീക്കും. എന്നാൽ ചുറ്റും നോക്കുമ്പോൾ ആൾക്കാരെയൊന്നും കാണാനില്ല. ഈ വെടിവെച്ച് കൊന്ന ആൾക്കാരെയൊന്നും കാണാനില്ല. പുറത്തോട്ടിറങ്ങി നോക്കുമ്പോഴോ വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെയാണ് കാണുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? അവൻ എവിടാണ് വന്ന് പെട്ടേക്കുന്നത്? ആ മാളിൽ എന്തൊക്കെയാണ് നടന്നത്? അവന്റെ ഫാമിലി എവിടെ പോയി? അവൻ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഹോം സ്വീറ്റ് ഹോം റീബർത്ത് എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഒന്ന് ഹൈപ്പ് ചെയ്തേക്കൂ. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ തന്നെ കുറെ പോലീസുകാരും ഉണ്ട്. ഇയാൾ എന്തോ കുറ്റം ചെയ്തിട്ടാണ് ഓടി വന്നേക്കുന്നത്. ഒരു സ്ഥലത്ത് വന്ന് പോലീസുകാർ കാണാതെ ഒളിഞ്ഞിരിക്കും. അതുമല്ല ദേഹത്ത് വെടിയുണ്ട കയറിയിട്ടുണ്ട്, ഷൂട്ട് ഏറ്റിട്ടുണ്ട്, ഒരുപാട് ചോര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ വേദന കൊണ്ട് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരും. അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം ഞാൻ തിരിച്ചു തന്നേക്കാം, എവരിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചേക്കാം, പക്ഷെ എനിക്ക് നിന്റെ വിശ്വാസമാണ് ആവശ്യം, നീ എന്റെ കൂടെ നിൽക്കണം, എന്റെ ഒരു അടിമയായിട്ട്. ഇവൻ അതിന് സമ്മതിക്കും. ചുമ്മാ ഒരാൾ വന്നിങ്ങനെ പറയില്ലേ, അതൊരു കറുത്ത ഡ്രസ് ഇട്ട ആള്. അവസാനം എന്തേലും നടന്നാലോ രക്ഷപ്പെട്ടാലോ അതുകൊണ്ട് തന്നെ അവന് സമ്മതിക്കും. പിന്നീട് എന്താ നടക്കുക? കറുത്ത ഡ്രസ് ഇട്ട ആള് അവൻ ആകാശത്തോട്ട് എടുത്ത് പൊക്കും അയാളുടെ പവേഴ്സ് ഉപയോഗിച്ചിട്ട്. അവൻ വേദന കൊണ്ട് പുളയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ആ ഒരു മനുഷ്യൻ എന്താണെന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ അവൻ നല്ല രീതിയിൽ പിടയുന്നുണ്ട്. കട്ട് ചെയ്താൽ പോലീസുകാരെല്ലാരും കൂടെ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല. പകരം അവിടെ കുറെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ ചോര എവിടെന്നാ വരുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അത് ഭിത്തിന്നാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്താൽ ഒരു നഗരമാണ് കാണിക്കുന്നത്. ആ നഗരമാകെ നശിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മൃഗങ്ങള് ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ കൊല്ലുകയാണ്. ആൾക്കാർ തമ്മിൽ തല്ലുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു ലോകാവസാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു സന്യാസി കണ്ണു തുറക്കും. ആ സന്യാസിക്ക് മനസ്സിലായി അധികം വൈകാതെ തന്നെ ഈ ഭൂമിയിൽ എന്തൊക്കെയോ നടക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. അവിടെ തന്നെ വേറൊരു അപ്പൂപ്പ ഇരിപ്പുണ്ട്. പുള്ളിക്കാരൻ സന്യാസി തന്നെയാണ്. അയാൾ ചോദിക്കും എങ്ങോട്ടാ പോണേന്ന്. ഈ സന്യാസി പറയും, ഞാൻ ഭൂമിയെ രക്ഷിക്കാൻ പോവാണ്, ഇവിടെ അധികം വൈകാതെ തന്നെ പ്രശ്നങ്ങൾ വരുമെന്ന്. എന്നാൽ ആ അപ്പൂപ്പൻ പറയും, നീ പേടിക്കണ്ട, നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതല്ലേ, ഇനി നിന്റെ അച്ഛൻ ഒരാപത്തായിട്ട് വരത്തില്ല എന്ന്. പക്ഷേ ഈ സന്യാസിക്ക് ഉറപ്പുണ്ട് അവന്റെ അച്ഛൻ ഒരു ആപത്തായിട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. കട്ട് ചെയ്താൽ ഒരു കുടുംബത്തിനെയാണ് കാണിക്കുന്നത്. അവരൊരു രാജ്യത്തോട്ട് ട്രിപ്പിന് വന്നിട്ടുണ്ട്. 3 പേരാണ്, ഒരു കുട്ടി, അമ്മ, അച്ഛൻ. അച്ഛനാണ് നമ്മുടെ കഥയുടെ ഹീറോ. ഹീറോയുടെ പേര് ജെയ്ക്ക് എന്നാണ്. ജെയ്ക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ ഭാര്യയുടെ പേര് പ്രാങ്ക് എന്നാണ്. നമുക്ക് പ്രയാഗ എന്ന് പറയാം, എളുപ്പമല്ലേ? അതുപോലെ കുട്ടിക്ക് പേര് വേണ്ട, നമുക്ക് കുട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇവര് വെക്കേഷന് വന്നേക്കാണ്. ഇവരുടെ ഇടയിൽ തന്നെ ഒരു നിയമമുണ്ട്, വെക്കേഷന് വരുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ജെയ്ക്ക് വന്ന ഉടനെ അവന്റെ ഫോൺ എടുത്ത് അവന്റെ ജോലി ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ആരോ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാഗ വഴക്കുണ്ടാക്കുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവർ പോകുമ്പോഴും വരുമ്പോഴും എല്ലാ സമയവും ഫോൺ വിളിക്കുന്നുണ്ട്. എന്തോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, അതും ഹയർ ഒഫീഷ്യൽസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ആ കുട്ടിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇവർക്ക് അവരുടെ മുത്തശ്ശീനെ കാണാനായിട്ട് കഴിയും. മുത്തശ്ശി ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. അമ്മ വളർന്ന് വലുതായ സ്ഥലമാണ്, അതായത് പ്രയാഗ വളർന്ന് വലുതായ സ്ഥലമാണ്. എല്ലാവരും കൂടെ എയർപോർട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി വരും. ഇവരെ വിളിക്കാനായിട്ട് ഒരു ലക്ഷറി ആയിട്ടുള്ള കാറ് വരുന്നുണ്ട്, ഒരു വാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ വാനിൽ കയറി പോകുമ്പോഴും ജേക്ക് അവന്റെ ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടത്തൊക്കെ എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരവരുടെ ഹോട്ടലിൽ വരുന്നുണ്ട് താമസിക്കാനായിട്ട്. അപ്പോഴാണ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നത്. അവൻ തൽക്കാലത്തേക്ക് അവന്റെ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു, അവന്റെ ജോലി കാര്യത്തിൽ നിന്ന്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ, ഇവർ രണ്ടുപേരല്ല 3 പേരും കൂടെ ഒരു ബോട്ട് റൈഡിന് പോകും. അപ്പോഴും അവൻ ഫോണിലാണ്. തൽക്കാലത്തേക്ക് നിർത്തി വെച്ചെന്നേ ഉള്ളൂ. ഇത് കാണുന്ന പ്രയാഗ അവനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഹോട്ടലിൽ പൊയ്ക്കോ, ഞങ്ങളുടെ കൂടെ വരണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് സമയം പങ്കിട്ടോളാന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അവന് ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നും. ഫാമിലിയുടെ കൂടെ ട്രിപ്പ് വന്നിട്ട് എപ്പോഴും ഫോണിൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വന്നേന്ന് പറഞ്ഞ് അവൻ അവരെയും വിളിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പ്രയാഗയ്ക്കും മനസ്സിലാവും ഇവൻ ഒരുപാട് ജോലി തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഫോൺ വിളിക്കുന്നതെന്ന്. എന്നാൽ അവനോട് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട് ഫാമിലിയുടെ കൂടെ സമയം പങ്കിടണമെന്ന്. എന്തായാലും അവൻ പ്രയാഗേനെ സമാധാനപ്പെടുത്തും. ആ നേരം കുട്ടി ഇങ്ങനെ തുള്ളിച്ചാടി മുമ്പേ പോകുന്നുണ്ട്. അവളെ സമാധാനപ്പെടുത്തി അവൾക്കൊരു ഉമ്മ കൊടുക്കും. ഈ ഉമ്മ വെക്കുമ്പോൾ കുറച്ച് സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടീനെ ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവർ ഉമ്മ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടീനെ കാണാനില്ല. അവിടെ എല്ലാം തിരയും, എന്നാലും കാണാനില്ല. ഇവർ പല വഴിക്ക് ഓടി തെരഞ്ഞു നോക്കുന്നുണ്ട്, കാണുന്നില്ല. അവസാനം ജെയ്ക്ക് കണ്ടുപിടിക്കും. അവളങ്ങ് ദൂരെ നിൽക്കുന്നു. ഇത്രയും പെട്ടെന്ന് എങ്ങനെ ആ ദൂരത്തെത്തിയെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അങ്ങനെ പ്രയാഗയും വിളിച്ച് ജെയ്ക്ക് ആ ഒരു പാലത്തിന്റെ മണ്ടയിൽ ഓടിച്ചെല്ലും. ആ കുട്ടി നിന്നത് പാലത്തിന്റെ മണ്ടയിലാണ്. അവിടെ തന്നെ നമ്മൾ ആദ്യം കണ്ട ആ സന്യാസിയും ഇരിപ്പുണ്ട്. സന്യാസിയുടെ കയ്യിൽ തന്നെ ഒരു ചിത്രശലഭമുണ്ട്, ഒരു നീല കളർ ചിത്രശലഭം. അതിനെ കണ്ടിട്ടാണ് ആ കുട്ടി അങ്ങോട്ട് ഓടിക്കൊണ്ട് വന്നത്. എന്തായാലും ആ സന്യാസിയോട് നന്ദി പറയുന്നുണ്ട്. ജെയ്ക്കാണ് പറയുന്നത്,
പറയുന്നത്. പ്രയാഗ കുട്ടീനെയും വിളിച്ച് അവിടെ നിന്ന് മാറിപ്പോവും. വഴക്കൊന്നും പറയുന്നില്ല കുട്ടീനെ. എന്തിനാണ് ഇവിടെ വന്നത്, എന്തിനാണ് ഞങ്ങളോട് പറയാതെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പ്രയാഗയും കുട്ടിയും മാറിപ്പോയതിനു ശേഷം സന്യാസി ജേക്കിനോട് ഒരു കാര്യം പറയും. ജേക്കിന്റെ പേരും അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള വിവരമൊക്കെ ആ ഒരു സന്യാസിക്ക് അറിയാം. അതുപോലെ ജേക്കിനോട് പറയുന്നുണ്ട്, നീയാണ് കാവൽക്കാരനെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയാൻ പാടില്ല. ജേക്ക് പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം, ഞാൻ കാവൽക്കാരനൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ സന്യാസി എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ജേക്ക് മൈൻഡ് ചെയ്യുന്നില്ല. ഒരാൾ വന്നിട്ട് നിങ്ങളോട് നിങ്ങൾ കാവൽക്കാരനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരിക്കും? അതേപോലെ തന്നെ അവനും എന്തോ തോന്നിയിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. അവൻ അവന്റെ കുടുംബത്തിന്റെ അടുത്ത് വരും. അതുപോലെ അടുത്തതായിട്ട് മുത്തശ്ശീനെയാണ് കാണാൻ പോകുന്നത്, പ്രയാഗയുടെ അമ്മേനെ. അതിനു മുമ്പ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണ്ടേ, അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടെ ഒരു മോളിൽ വരും. അങ്ങനെ മോളിൽ വരുമ്പോൾ പ്രയാഗയ്ക്ക് വാഷ്റൂമിൽ പോകണം. അവള് വാഷ്റൂമിൽ പോകും. ആ നേരം നമ്മുടെ ടീംസ് ഉണ്ടല്ലോ, അതായത് കുട്ടിയും ജയിക്കും കൂടെ, അവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. അത് ചോക്ലേറ്റ് ഫ്ലേവർ. പ്രയാഗ ഈ സമയം അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും വന്ന് നോക്കും. അപ്പൊ എന്താ കാണുന്നത്, രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് ചോക്ലേറ്റും പറ്റിയിട്ടുണ്ട്. എന്താ ജയിക്കേ, അവൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പൊ എന്റെ കൂടെ വന്നേ, ദേഹത്തെല്ലാം ആയില്ലേ, നമുക്ക് കഴുവാൻ പോവാന്ന് പറഞ്ഞ് കുട്ടീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവും. വാഷ്റൂമിൽ പോയി കഴുവാനായിട്ട്. ആ നേരം ആ ഒരു മോളിൽ കൂടെ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു ഒരു കുറ്റവാളി, അവൻ നടന്നു വരുന്നുണ്ട്. അവൻ എന്തോ ഒരു കിളി പോയ മട്ടിലാണ് നടന്നു വരുന്നത്. അതുപോലെ നടന്നു വരുന്ന സമയത്ത് കുട്ടീനെ നോക്കി ടാറ്റ കാണിക്കുന്നുണ്ട്. എന്നാൽ അവള് പേടിച്ചിട്ട് ടാറ്റയൊന്നും കൊടുക്കുന്നില്ല. അവനെ കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉള്ളത് പോലെ. എന്തായാലും കുട്ടിയെന്ന് നോക്കാതെ അവൻ ദൂരോട്ട് നടന്ന് മാറിപ്പോവാണ്. ഈ നടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട പയ്യൻ അവന്റെ ദേഹത്ത് വന്ന് തട്ടും. അവൻ ക്ഷമ പറഞ്ഞിട്ട് മാറിപ്പോവും. ആ സാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുറ്റവാളി അവനെ പറഞ്ഞുവിടും. പക്ഷേ ഈ കുറ്റവാളി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവന്റെ കയ്യിൽ തന്നെ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് എടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ചുറ്റും നിന്ന ആൾക്കാരെയും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവനൊരുമാതിരി പ്രാന്തെടുത്തതുപോലാണ് എല്ലാരെയും ഷൂട്ട് ചെയ്യുന്നത്. ചുറ്റുള്ള ആൾക്കാരൊക്കെ പേടിച്ച് നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ചിലരൊക്കെ ചില സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു വെടിശബ്ദം നമ്മുടെ ജേക്കും കേൾക്കുന്നുണ്ട്. അവന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. അവന്റെ കുടുംബം ബാത്റൂമിൽ പോയിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഓടിച്ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പ്രയാഗേനെയും കുട്ടീനെയും കാണുന്നുണ്ട്. അവരോട് പറയും, ഇവിടെ ഉള്ളതെല്ലാം പാവപ്പെട്ട ജനങ്ങളാണ്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനാണ്, അപ്പോൾ എന്റെ ഉപയോഗം അവർക്കുണ്ട്, ഞാൻ അവരെ രക്ഷിച്ചേ കഴിയത്തുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊക്കിയോന്ന് പറയുമ്പോൾ പ്രയാഗ കേൾക്കില്ല. അപ്പൊ നിന്റെ ഫാമിലിയുടെ കാര്യവും ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പോലീസുകാരനാണ്, നിങ്ങൾ പോയി ഒളിച്ചോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവും. അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അവൻ ഇവിടെ ഇത് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഒരു മനസ്സാക്ഷി തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ജനങ്ങളെ രക്ഷിക്കണമല്ലോ. താഴെ ആരൊക്കെയോ വെടിവെച്ച് ആൾക്കാർ ഉപദ്രവിക്കുന്നതായിട്ട് അവന് മനസ്സിലായിട്ടുണ്ട്. ജയിക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം പ്രയാഗയും കുട്ടിയും കൂടെ ബാത്റൂമിൽ കയറി അവിടുത്തെ ഒരു സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അവൻ മണ്ടയിലോട്ട് കയറി വന്നവരെ ഷൂട്ട് ചെയ്താലോ, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. ജയിക്ക് പെട്ടെന്ന് തന്നെ ഓടി താഴെ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഒരു തോക്ക് താഴെ കിടക്കുന്നുണ്ട്. എന്നാൽ മറ്റേ ആ കുറ്റവാളി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവനൊരു കൊച്ചു പാവക്കുട്ടീനെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതിന്റെ ദേഹത്തെല്ലാം രക്തക്കറ പറ്റിയിട്ടുണ്ട്. അതുമല്ല ഒരു കൊന്നിട്ട മുത്തശ്ശിയുടെ ബാഗിൽ നിന്നാണ് അവൻ അതെടുക്കുന്നത്. അതെടുത്തിട്ട് അതിനോട് കൊഞ്ചാണ്, അതിനോട് സംസാരിക്കുകയാണ്, ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ. ജയിക്ക് ഈ സമയം മുതലെടുത്തുകൊണ്ട് തറയിൽ കിടക്കുന്ന ഒരു പിസ്റ്റൽ എടുക്കുന്നുണ്ട്. അതായത് ഒരു തോക്കാണ്. അതെടുത്തിട്ട് അവനോട് അനങ്ങാതെ നിൽക്കണം, തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നാൽ അവൻ ചിരിച്ചിട്ട് പറയും, ഞാനല്ലേ ഇതൊന്നും ചെയ്യുന്നത്, എന്റെ ഈ പാവയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ തോക്കെടുത്ത് ജയിക്കിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ജയിക്ക് ജസ്റ്റ് മിസ്സിനാണ് മാറിപ്പോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവന്റെ ദേഹത്തും കൊള്ളേണ്ടതാണ്. അവൻ ഒരു സൈഡിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. ആ നേരം അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവള് നല്ല ടെൻഷനായിട്ട് അവളുടെ ഫോൺ എടുത്ത് ആരോ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആ ഒരു കുറ്റവാളി കാണുന്നുണ്ട്. ആ കുറ്റവാളി തോക്കെടുത്ത് അവളെയും ഷൂട്ട് ചെയ്ത് കൊന്നളയും. ജയിക്ക് അവളോട് പറയാനായിട്ട് ശ്രമിച്ചതായിരുന്നു, ഫോൺ എടുക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. എന്നാൽ വൈകിപ്പോയി അവളെയും കൊന്നു കളഞ്ഞു. ഈ നേരം എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് പോലീസുകാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്നാൽ അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല, അതിനകത്ത് ജനങ്ങളുണ്ട്, അവർക്ക് ആപത്താണ്. ഇപ്പൊ ജയിക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് ആ ഒരു കുറ്റവാളിനെ ഷൂട്ട് ചെയ്യും. കുറ്റവാളി മരിക്കാനായിട്ട് പോവാണ്. എന്നാൽ അവന്റെ ആ ഒരു ദുഃഖമൊന്നും മുഖത്തില്ല. അവൻ പകരം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവനോട് ജയിക്കിനോട് നന്ദി പറയും. എന്നെ കൊന്നതിന് നന്ദിയുണ്ട്, അതുപോലെ തന്നെ ഞാൻ നിന്റെ മോളുമായിട്ട് ഐസ്ക്രീം കഴിക്കും, നിന്റെ കുടുംബമായിട്ട് സമയം പങ്കിടും, എനിക്ക് എന്റേതായ എല്ലാ കാര്യങ്ങളും കിട്ടാനായിട്ട് പോവാണ്, നിനക്ക് നിന്റേതായിട്ടുള്ള എല്ലാം നഷ്ടപ്പെടാനായിട്ട് പോവാണ്, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ദേഹം എല്ലാം തിളങ്ങാനായിട്ട് തുടങ്ങും. അതായത് ഒരു ചൂട് ഗോളം വരുന്നത് പോലെ, അവന്റെ ദേഹത്ത് നിന്ന് അഗ്നി വരുന്നത് പോലെ. ആ നേരമായിരിക്കും അങ്ങോട്ടൊരു പോലീസുകാരനൂടെ കയറി വരുന്നത്. ജയിക്കിന്റെ തോക്ക് കണ്ടിട്ട് ജയിക്കിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവെങ്കിലും ജയിക്ക് പോലീസാണെന്ന് പറയും. അങ്ങനെ അവർ ഈ തോക്കും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും മറ്റോൻ ഒറ്റ പൊട്ടല്, അതും ശരീരത്തിന്റെ അകത്ത് നിന്ന്. അവൻ പൊട്ടിയിട്ട് ജയിക്കും അതുപോലെ തന്നെ പോലീസുകാരനും ദൂരോട്ട് തെറിച്ചു വീഴും. അതുമല്ല എന്തൊക്കെയോ പ്രേതങ്ങൾ മണ്ടലോട്ട് പറന്നു പോകുന്നുണ്ട്, അതും തീകോളത്തിന്റെ ആയിട്ട്. ആ നഗരം മൊത്തം പരക്കാണ് എന്തോ പോലെ. അങ്ങനെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറെ സമയം കഴിയുമ്പോൾ പ്രയാഗയ്ക്ക് പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടീനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരും. വന്ന് നോക്കുമ്പോഴെന്താ കാണുന്നത്, മനുഷ്യരെല്ലാം തമ്മി തല്ലാണ്. അതുപോലെ തന്നെ ഇവർ രക്ഷിക്കാൻ വന്ന പോലീസുകാരുടെ വണ്ടിയൊക്കെ ഇവരുടെ നേരെ വരുന്നുണ്ട്.
വരുന്നുണ്ട് ഇവരെ ഇടിക്കാനായിട്ട്. ഇവർ പേടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറിപ്പോവും. പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഓടി ഒരു കടയുടെ അകത്ത് വരുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയാണ് ഒരു തുണിക്കടയാണ്. ആ തുണിക്കടയുടെ അകത്ത് വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ടപ്പാ 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 എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ പതിയെ കുട്ടീനെയും പിടിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ തല പലതവണയായിട്ട് അവിടെ പിടിച്ചിട്ട് ഇടിക്കുന്നു. ഇത് കണ്ട് പ്രേയയ്ക്ക് പേടിയാവും. അതുപോലെ തന്നെ കുട്ടിയുടെ വായും പൊത്തിപ്പിടിച്ച് ആ ഒരു മനുഷ്യൻ അടുത്തോട്ട് വരാതെ പതിയെ പതിയെ അവിടെ നിന്ന് മാറിപ്പോവും. എന്നാൽ അവർ മുമ്പോട്ട് ചെല്ലുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ മനുഷ്യർക്കൊന്നും ബോധമില്ല. അവർ സോംബിയെ പോലെയാണ് പെരുമാറുന്നത്. ആ സോംബി മനുഷ്യൻ വന്നിട്ട് പ്രയാഗയെ ഉപദ്രവിക്കാൻ നോക്കുമെങ്കിലും അവൾ അവിടെ ഇരിക്കുന്ന എന്തൊരു പാവ ചവിട്ടി അതിന്റെ മണ്ടേ കൂടെ ഇട്ടിട്ട് കുട്ടീനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഓടി ഒരു സ്റ്റെപ്പിന്റെ അവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ താഴ്ന്ന് കുറെ അധികം സോംബീസ് കയറി വരുന്നുണ്ട്. അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കുട്ടീനെ രക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ സൈഡിൽ ഒരു സ്ലൈഡ് പോലെ സംഭവമുണ്ട്. അവൾ അതിനകത്തോട്ട് എടുത്താക്കിയിട്ട് താഴോട്ട് ഞെരക്കി വിടും. അമ്മ വേണ്ടാന്ന് പറയുമെങ്കിലും മോൾ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. കയ്യിൽ തന്നെ ആ ഒരു കടയിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു പാവയുടെ കൈയുണ്ട്. അതെടുത്ത് താഴോട്ട് പോകും. ഈ സോംബി കയറി വരുമ്പോൾ അതിന്റെ മോന്ത നോക്കി അടിക്കുകയാണ്. നല്ല അടി വെച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഈ സോംബിയുടെ മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും എങ്ങനെയൊക്കെ അടിച്ച് താഴെ ഇട്ട് വരും. അതിന്റെ ഇടയിൽ തന്നെ താഴെ ആ കുട്ടീന്റെ ദേഹത്ത് വേറൊരു സോംബി പിടിക്കുന്നുണ്ട്. പക്ഷെ പ്രയാഗ എങ്ങനെയൊക്കെ ഓടി വന്ന് ആ സോംബിനെ അടിച്ച് അവിടെ നിന്ന് കളയും. ആ കയ്യിലിരിക്കുന്ന ആ ഒരു പാവയുടെ കൈയില്ലേ, അതിട്ടാണ് അടിച്ച് കളയുന്നത്. ഈ നേരം ജെയ്ക്കും ആ പോലീസുകാരനും ബോധത്തിൽ എണീറ്റിട്ടുണ്ട്. എന്നാൽ ബോംബ് പൊട്ടിയതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. ഇവരുടെ മുഖമൊന്നും മുറിഞ്ഞിട്ടില്ല. എന്താ പറ്റിയെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ചുറ്റും നോക്കിയിട്ട് ആൾക്കാരെയും കാണാനില്ല. ഒരുപാട് നാളായതുപോലെ ഒരു സംഭവം അറിയത്തില്ല. അവർ തോക്കും പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ. വീണ്ടും പ്രയാഗിനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ആ ബിൽഡിങ്ങിന്റെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം പ്രശ്നം നടക്കുകയാണ്. അങ്ങോട്ടൊരു ബസ്സും കൂടെ വന്നിട്ടുണ്ട്. ഒരു ബോധമുള്ള ഡ്രൈവറാണ് അതിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നത്. ഇവർ ആ ബസ്സിൽ കയറാനായിട്ട് ചെല്ലുമ്പോൾ ആ ഡ്രൈവറിന്റെ ദേഹത്ത് വേറെ കുറെ ബോധമില്ലാത്ത മനുഷ്യർ ഒന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് പേടിച്ച് അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ടിറങ്ങി ഓടും ആ ഒരു സ്ട്രീറ്റിന്റെ പുറത്തോട്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ മനുഷ്യർ തമ്മി കിടന്ന് തല്ലുകൂടാണ്. ഒരു ബോധം ഇല്ലാതെ. എന്താ നടന്നതെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ല് കൂടുന്നുണ്ട്. ഈ ഒരു അക്രമകാരികളായിട്ടുള്ള മനുഷ്യരുടെ നിന്ന് അവർക്ക് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഓടി ഒരു കടയുടെ അകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ കുട്ടിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാഗ മാക്സിമം ആ കുട്ടീനെ പേടിപ്പിക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. പേടിക്കേണ്ട മോളെ ഒന്നുമില്ലാന്ന്. എന്നാൽ ആ കുട്ടിയുടെ പേടി ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ഹോട്ടലിൽ വന്ന് കാണുമെന്നാണ്. അതുപോലെ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന്. അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ ഫോൺ വിളിച്ച് നോക്കണമല്ലോ. പ്രയാഗ ഫോൺ എടുത്ത് മുത്തശ്ശീനെ ഫോൺ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫോണിൽ സിഗ്നൽ ഇല്ല. പിന്നെ ഈ കടയിൽ ഒരു മനുഷ്യൻ ചത്ത് കിടപ്പുണ്ട്. അവിടെ തന്നെ ഒരു ടെലിഫോണും ഉണ്ട്. അമ്മ പോയി വിളിച്ചിട്ട് വരാം, മോൾ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് പ്രയാഗ ഫോൺ എടുക്കാനായിട്ട് പോകും. പതിയെ പോയി ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ലൈൻ കിട്ടുന്നില്ല. ഫോൺ കോൾ പോകുന്നില്ല. അവിടെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കിടപ്പുണ്ട്. അയാൾക്ക് അനക്കമില്ല. ഈ നേരം ജെയ്ക്കിനെയും പോലീസുകാരനെയും കാണിക്കുകയാണെങ്കിൽ അവർ പേടിച്ച ബിൽഡിങ്ങിന്റെ അകത്ത് നിൽപ്പുണ്ട്. അങ്ങനെ പരതുമ്പോൾ ഒരു പെൺകുട്ടീനെ കാണാം. അതുപോലെ ഈ പോലീസുകാരൻ നല്ല പേടിയിലാണ്. ഇപ്പൊ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ തോക്ക് മാറ്റിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യത്തെയൊന്നുമല്ല, എന്തോ ഒരു പ്രേതം പോലത്തെ പെൺകുട്ടി. അത് വന്നിട്ട് ഈ പോലീസുകാരന്റെ കഴുത്ത് നോക്കി പല തവണയായിട്ട് കുത്തി അയാളെ കൊന്നു കളയും. അടുത്തത് ജെയ്ക്കിനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ജെയ്ക്ക് എന്തോ ഒരു സാധനം എടുത്ത് ആ ഒരു പെൺകുട്ടീനെ അവിടെ നിന്ന് അടിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകും വേറൊരു സ്ഥലത്തോട്ട്. എന്നാൽ അവൻ ഒരു സ്ഥലത്ത് വന്ന് ഒളിഞ്ഞു നിൽക്കുമ്പോൾ ആ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് സാധാ ഒരു പെൺകുട്ടിയല്ല, ഒരു പ്രേതമാണ്. ആ പ്രേതം ഭിത്തിയുടെ മണ്ടയിൽ വലിഞ്ഞു കയറും. അതും ടോപ്പിലാണ്. എന്നിട്ട് അതുവഴി നടന്നു വരികയാണ്. ഇവൻ പതിയെ ഒളിച്ച് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. അതും ആ തുണിയുടെ കീഴിൽ തന്നെയാണ്. ഇവൻ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ അവനെ അറിയാതെ മണ്ടയിൽ കൂടെ വരുന്നതെന്ന്. തോക്ക് മണ്ടയിലിട്ട് ചൂണ്ടി നിൽക്കുമ്പോൾ അവനെ പെട്ടെന്ന് തന്നെ അത് പിറകിലോട്ട് പിടിച്ച് വലിയും. അവിടെ ഇട്ട് അവനെ കുത്തി കൊല്ലാനായിട്ട് നോക്കും. ഇതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുമെങ്കിലും അതിന്റെ ദേഹത്തൊന്നും കൊള്ളുന്നില്ല. കൊണ്ടിട്ടും കാര്യമില്ല, അത് ചാവുന്നുമില്ല. എങ്ങനെയൊക്കെ അതിനെ തള്ളി മാറ്റി അവൻ അവിടെ നിന്ന് ഓടി സ്റ്റെപ്പ് കയറി മണ്ടയിലോട്ട് പോകും. അവൻ ഓടി വരുന്നത് പ്രയാഗിനെയും അതുപോലെ തന്നെ കുട്ടീനെയും കയറ്റിവിട്ട ആ ഒരു വാഷ്റൂമിലാണ്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരെയും കാണാനില്ല. അവൻ പേര് വിളിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഒരനക്കവും ഇല്ല. ഇവിടെ ആളുള്ളത് പോലെയും തോന്നുന്നില്ല. കുറെ വർഷങ്ങളായിട്ട് ഇത് അടഞ്ഞു കിടക്കുന്നത് പോലെ. അവൻ അറിയില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഈ നേരം പ്രയാഗിനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ പ്രയാഗ് ഫോൺ വിളിക്കാൻ പോയിക്കല്ലേ. ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടി അവിടെ ഒറ്റയ്ക്കാണ്. ഡോറൊക്കെ തള്ളി തുറന്ന് ഒരു സോംബി അകത്തോട്ട് കയറി വരുന്നുണ്ട്. എന്നാൽ ആ കുട്ടി പേടിച്ചിട്ട് ആ സോംബിയുടെ അടുത്ത് നിന്ന് മാറി പോവാണ്. സോംബി കാണുന്നില്ല, പക്ഷെ അത് മണം പിടിക്കുന്നുണ്ട്. പ്രയാഗ് അവിടെ പേടിച്ച് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മിറർ വഴി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ തന്നെ ഒരു കണ്ണാടിയുണ്ട്. പക്ഷെ ഈ സോംബി എങ്ങനെയൊക്കെ ആ കുട്ടീനെ കണ്ടുപിടിക്കും? ആ കുട്ടീനെ ആക്രമിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ ഇല്ല. പെട്ടെന്ന് തന്നെ പ്രയാഗ് ഓടി വന്ന് ഒരു വടിയെടുത്ത് അതിനെ അടിച്ച് തറയിലിടും. അതുമല്ല, പുറത്ത് ഒരുപാട് സോംബികളുണ്ട്. അതെല്ലാം കൂടി ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുമെന്ന് പ്രയാഗയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടീനെ വിളിച്ച് അവിടെ നോടും. വീണ്ടും ജെയ്ക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ മാളിൽ നിൽക്കുമ്പോൾ ആ പ്രേതം വീണ്ടും അവനെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറും. കത്തിക്ക് കുത്താൻ നോക്കിയിട്ടും അത് കുത്തിയിട്ട് ചാവുന്നുമില്ല. ഇവൻ അതിനെ തള്ളി മാറ്റിയിട്ട് വീണ്ടും ഓടും. പക്ഷെ ഇത് ഒറ്റ ചാട്ടമാണ്. ഇവന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇവൻ വീണ്ടും അതുമായിട്ട്
മൃഗമായിട്ട് ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിന്റെ ഇടയിൽ അവൻ എന്തോ ഒരു കയറൊക്കെ കിട്ടുന്നുണ്ട്, എന്തോ കട്ടി കൂടിയ കയറാണ്. അതെടുത്തിട്ട് അവന്റെ സ്കില്ല് ഉപയോഗിച്ച് അതിനെ കെട്ടിയിടും അവിടെ. എന്നാലും ഇത് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, അത് പൊട്ടിച്ചിട്ട് വരുമെന്ന് ഉറപ്പാണ്. പക്ഷെ അവൻ കെട്ടിയിട്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോകും. വീണ്ടും പ്രയാഗിനെ കാണിക്കുകയാണെങ്കിൽ പ്രയാഗ എങ്ങനെയൊക്കെ ഓടി ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരുപാട് ബസ് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ തന്നെ അറിയാലോ കുറെ അധികം സോംബീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അക്രമകാരികളായിട്ടുള്ള മനുഷ്യർ. അവരിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഓടുമ്പോൾ അതിന്റെ ഇടയിൽ സോംബികളുണ്ട്. ഒരു സോംബി ആക്രമിക്കാൻ വരുമ്പോൾ ഒരു ബസ്സിന്റെ അടിയിൽ കയറിയിട്ടാണ് ഒളിച്ച് രക്ഷപ്പെടുന്നത്. അങ്ങനെ അവർ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ ഒരു ബസ്സിനകത്ത് ബോധമുള്ള മനുഷ്യരിപ്പുണ്ട്. അവർക്ക് മാത്രം എങ്ങനെ ബോധം വന്നെന്ന് അറിയാൻ പാടില്ല. ബോധമുള്ള മനുഷ്യരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഓടിച്ചെല്ലും. അവർ ബസ്സിന്റെ ഡോറ് തുറന്നു കൊടുത്തതും ഇവർ രണ്ടുപേരും കൂടെ ഓടി അതിന്റെ അകത്ത് കയറും. അതിനകത്ത് ഒരു ഡ്രൈവറും അതുപോലെ തന്നെ ഒരു മുത്തപ്പനും ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട്. അവർക്ക് ബോധമുണ്ട്. പക്ഷെ അതിനകത്ത് കയറി നോക്കുമ്പോൾ ഡ്രൈവറിന് ബസ് എടുക്കാൻ കഴിയത്തില്ല. കാരണം ഡ്രൈവറിന്റെ കയ്യിൽ താക്കോലില്ല, താക്കോല് പുറത്താണ്. ആർക്കെങ്കിലും പുറത്തോട്ട് പോയി അത് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തുള്ള ആർക്കും കഴിയത്തില്ല. ഡ്രൈവറിനെ പേടിയാണ്. അതുപോലെ തന്നെ ആ മുത്തപ്പനും കഴിയില്ല, മുത്തപ്പൻ പറ്റില്ല എന്ന് പറയും. പിന്നെ മുത്തശ്ശിക്ക് പ്രായമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗതയിൽ ഓടാൻ പറ്റത്തില്ല. പക്ഷെ പ്രയാഗ എന്താ ചെയ്യുന്നതെന്നറിയാമോ? കുട്ടിയോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി ആ ഒരു ബാഗ് പോയി എടുക്കും. ആ ബാഗിലാണ് താക്കോലുള്ളത്. താക്കോൽ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടി ബസ്സിനകത്തോട്ട് കയറുമ്പോൾ അവൾ സ്റ്റെപ്പിൽ കയറിയതും ഒരു സോംബി ഒന്ന് അവളെ പിന്നിലോട്ട് വലിച്ചോണ്ട് പോവാണ്. അവളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് നോക്കിയാൽ നേരത്തെ പോകത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു മുത്തപ്പനുണ്ടല്ലോ, അയാൾ ചാടി ഇറങ്ങിയിട്ട് ആ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്യും. പ്രയാഗിനെ രക്ഷിച്ചു വിടുന്നുണ്ട്. എന്നാൽ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാണ് ആ മനുഷ്യൻ. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രയാഗ വന്ന് ബസ്സിൽ കയറും. അതുപോലെ തന്നെ ഡ്രൈവർ ബസ് എടുക്കും. ഡ്രൈവർ, മുത്തശ്ശി, കുട്ടി, അതുപോലെ തന്നെ പ്രയാഗ, ഇവര് നാലുപേരും കൂടെ ബസ് എടുത്ത് അവിടെ നിന്ന് പോവാണ്. ആ മനുഷ്യനെ സോംബികൾ ആക്രമിച്ചു കൊന്നുകളയാണ്. പ്രയാഗനെ രക്ഷിക്കാൻ നോക്കിയിട്ട് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് മരിക്കേണ്ടി വന്നു. ഇപ്പൊ ജെയ്ക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്രേതം അവിടെ നിൽപ്പുണ്ട്. എന്നാൽ അവന് ആ പ്രേതത്തിനെ പേടിയാണ്. അതിനെ എത്ര കൊല്ലാൻ ശ്രമിച്ചിട്ടും അത് വീണ്ടും വീണ്ടും പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തോട്ടിറങ്ങി ഓടും. എന്നാൽ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ എന്തോ ഒരു മൃഗം അവന്റെ പിന്നാലെ വരുന്നുണ്ട്. അത് തീകോളൊക്കെ പറപ്പിച്ചിട്ട് വരുന്ന ഒരു മൃഗം. അവൻ വിടില്ല, അവിടെ നോടും. അതുമല്ല അവൻ നിൽക്കുന്നത് ആ ഒരു ബസ് സ്റ്റാൻഡിലാണ്. പ്രയാഗയ്ക്ക് ഇപ്പൊ ഓടിയ ആ ബസ് സ്റ്റാൻഡ്. എന്നാൽ ഇവൻ നിൽക്കുന്നത് ഒരുപാട് പുതിയ കാലത്താണെന്ന് തോന്നുന്നു. അതായത് ആ ബസ്സൊക്കെ പഴകിയിട്ടുണ്ട് ഓടാതെ കിടന്നിട്ട്. എന്താ നടക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. അവൻ ഓടും ആ ഒരു മൃഗത്തിന്റെ രക്ഷപ്പെടാനായിട്ട്. ആ മൃഗത്തിന്റെ ഒറ്റ ചവിട്ട് മതി, എല്ലാം തീരുമാനമാവും. അവൻ ഓടി ഒരു ബസ്സിന്റെ അവിടെ വരുമ്പോൾ ആ ബസ്സൊക്കെ തകർത്ത് ആ ഒരു മൃഗം അങ്ങോട്ട് വരും. അവൻ വീണ്ടും ഓടി ഓടി ഒരു പാലത്തിന്റെ അവിടെ ചെല്ലും. എന്നാൽ ആ മൃഗം വിട്ടുകൊടുക്കത്തില്ല, അവനെ ഫോളോ ചെയ്തു പോകും. പക്ഷേ അവനെ വിട്ടുകൊടുക്കത്തില്ല, അവിടെ നോടും. ഈ നേരം പ്രയാഗേനെയും അതുപോലെ കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവർ ബസ്സും കൊണ്ടൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ എല്ലാം ബ്ലോക്ക് ആയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പ്രയാഗയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഹോട്ടലിലോട്ട് പോകാൻ കഴിയത്തുള്ളെന്ന്. അതുകൊണ്ട് തന്നെ പ്രയാഗ കുട്ടിയോട് പറയും നമുക്ക് ഇവിടെ നിന്ന് പോയാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളെന്ന്. അതുകൊണ്ട് തന്നെ പ്രയാഗയും കുട്ടിയും കൂടെ ഇറങ്ങി ബസ്സിൽ നിന്ന് പോകും. മുത്തശ്ശിയും ഡ്രൈവറും കുട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. എന്തായാലും പ്രയാഗയും കുട്ടിയും കൂടെ കൈ പിടിച്ച് അവിടെ നിന്ന് നടന്നു പോവാണ്. അവർക്ക് ആ ഹോട്ടൽ റൂമിൽ ചെന്നേ പറ്റൂ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹോട്ടൽ റൂമിൽ ചെല്ലാനായിട്ട് ജെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ജെയ്ക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഓടി ഓടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ആ ഒരു മൃഗമുണ്ട്. വീടില്ല, അവൻ ജീവനും കൈ പിടിച്ച് ഓടുകയാണ്. എല്ലാം തകർത്തുകൊണ്ട് ആ മൃഗം പിറകെ വരുന്നുണ്ട്. ഒറ്റ ചവിട്ട് മതി. പക്ഷെ അവൻ ഓടി ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ എന്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞു ഒരു സന്യാസി വിളിക്കും. അവന് ഒന്നും ചിന്തിക്കത്തില്ല, അങ്ങരുടെ കൂടെ ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറി ചെല്ലാണ്. എന്നാൽ ആ ബിൽഡിങ്ങിൽ ആ ഒരു മൃഗങ്ങളൊന്നും ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ എന്തോ അത്ഭുത സിദ്ധികളുള്ള മൃഗങ്ങളാണ്. അതുപോലെ ജെയ്ക്കിന് മനസ്സിലാവത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നത്, ഈ സന്യാസി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ ഒരു സന്യാസി അയാളുടെ തലയിലുള്ള തൊപ്പിയെടുത്ത് മാറ്റി കൊടുക്കുമ്പോഴാണ് ജെയ്ക്കിന് മനസ്സിലാവുന്നത് അവൻ ആദ്യം കണ്ട ആ ഒരു സന്യാസി തന്നെയാണ്. ഈ സന്യാസി അവനെ അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവന് കുടിക്കാനായിട്ടും എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. അവനോട് പറയും അവനിപ്പോൾ ഉള്ളത് നരകത്തിന്റെയും ഭൂമിയുടെയും ഒരു സ്ഥലത്താണ്. നരകമല്ല, ഭൂമിയല്ല, അങ്ങനെ ഒരു സ്ഥലം. ഇത് പക്ഷെ ഭൂമിയല്ല. അതിനർത്ഥം പ്രയാഗയും കുട്ടിയുള്ള സ്ഥലത്തല്ല അവൻ വേറൊരു സ്ഥലത്താണ്. നരകത്തിൽ പോവാത്ത ആ ഒരു ആത്മാക്കളൊക്കെ ഇവിടാണ് അടച്ചിടുന്നത്. അതുമല്ല, നരകത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ജെയ്ക്ക് ആ ഒരു മനുഷ്യനെ കൊന്നില്ലേ, ആ ഒരു കുറ്റവാളിനെ. ആ കുറ്റവാളിനെ കൊന്നത് കൊണ്ടാണ് നരകത്തിന്റെ വാതിൽ തുറന്നത്. പക്ഷേ ഇവനാണെങ്കിൽ നരകത്തിന്റെ വാതിലിന്റെ കാവൽക്കാരനാണ്. ഇവൻ മരണത്തിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. കൊച്ചിലെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ ഒന്ന് മരണപ്പെട്ടതാണ്. അതുമല്ല, അന്ന് റെഡ് മൂൺ ആയിരുന്നു. പക്ഷെ അവൻ ജീവനോടെ തിരിച്ചു വന്നു. എന്നാൽ അമ്മ മരണപ്പെട്ടു പോയി. അതൊക്കെ കൊണ്ടാണ് ഇവൻ നരകത്തിന്റെ കാവൽക്കാരനായിട്ട് മാറിയത്. ഇപ്പൊ ഇത് രക്ഷിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഇവൻ ആ വാതിൽ അടയ്ക്കണം, നരകത്തിന്റെ വാതില്. എന്നാൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം പിന്നില് ഈ ഒരു സന്യാസിയുടെ അച്ഛനാണ്. സന്യാസിയുടെ അച്ഛൻ എന്തൊക്കെ ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് അയാൾക്ക് ശക്തികൾ കിട്ടാനായിട്ട്. ഈ നേരം പ്രയാഗിനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഓടി ഹോട്ടൽ റൂമിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വരുമ്പോൾ ഒരു സ്ത്രീനെ വേറൊരു പുരുഷൻ ആക്രമിക്കുന്നു. ആ സ്ത്രീനെ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. എന്നാൽ അവിടെ തന്നെ ഒരു ട്രോളി ഇരിപ്പുണ്ട്. പ്രയാഗ വിടില്ല, ട്രോളി എടുത്ത് അയാൾ ആക്രമിക്കും.
ആക്രമിക്കും. കുട്ടി അവിടെ ഒറ്റയ്ക്കാണല്ലോ. കുട്ടീനെ ആക്രമിക്കാനായിട്ട് വേറൊരു സോംബി കൂടെ അങ്ങോട്ട് വരും. പക്ഷെ പ്രയാഗ് വിടില്ല, അതിനെയും ചെന്ന് ആക്രമിക്കും. അതുമല്ല ആ സ്ത്രീയും ഇവരെ ആക്രമിക്കുന്നുണ്ട്. ഇവര് തമ്മി അടി കൂടുന്നതാണ് ഈ സോംബികളെല്ലാം. ഇവർക്ക് ബോധമില്ലല്ലോ. എന്തായാലും ഈ സോംബീസിനെ എല്ലാം അടിച്ചിട്ടിട്ട് കുട്ടീനെയും വിളിച്ച് പ്രയാഗ് റൂമിന്റെ അകത്ത് വരും. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഇവർക്ക് പുറം ലോകം കാണാനായിട്ട് കഴിയും. നോക്കുമ്പോൾ എല്ലാം തകർന്ന് കിടക്കാണ്. തല്ലി എല്ലാം നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീയും പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് മുത്തശ്ശീനെ വിളിക്കണം. അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്യും. എന്നാൽ കോള് പോകുന്നില്ല. എന്തായാലും എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. പ്രയാഗ് കുട്ടീനെയും പിടിച്ചൊരു സൈഡിൽ മാറിയിരിക്കുകയാണ്. ചില സമയത്തൊക്കെ പ്രയാഗയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. അവൾക്ക് ദേഷ്യം വരും. കുട്ടിയോട് നേരത്തെ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഭയങ്കര കരുതലോടെയാണ് പെരുമാറുന്നത്. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഈ അവസ്ഥയിൽ ദേഷ്യപ്പെട്ടു പോകും. കുട്ടി ഓരോ ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാലും ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കും. പ്രയാഗയ്ക്കും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. വീണ്ടും ജയ്ക്കിനെ ആ സന്യാസിനെയും കാണിക്കുകയാണെങ്കിൽ ഇവരാ നരകത്തിന്റെ വാതില് അടയ്ക്കാനായിട്ട് പോവാണ്. ജയ്ക്കിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഭാര്യയും മോനെ രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുമല്ല ഭൂമിയിലും അല്ല. പോകുന്ന വഴിക്ക് തന്നെ ആ സന്യാസി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ സന്യാസിയുടെ അച്ഛനാണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നില്. ഈ സന്യാസിയുടെ അച്ഛനും ഒരു സന്യാസിയായിരുന്നു. പക്ഷെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? അയാളുടെ ഗുരുക്കളെ നിന്ന് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ആ മന്ത്രവാദങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. അതിനെ മോശ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഈ മന്ത്രവാദം അങ്ങനെ മോശ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അടിച്ചു മാറ്റി ഉപയോഗിക്കാനും പാടില്ല. എന്നാൽ ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് അയാളുടെ ശരീരം ഒരുപാട് നശിക്കാനായിട്ട് തുടങ്ങി. ആ ശരീരം കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഒരു മനുഷ്യൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? സ്വന്തം മോന്റെ ശരീരം അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. അയാളുടെ ആത്മാവിനെ സ്വന്തം മോന്റെ ശരീരത്തിലോട്ട് കയറ്റാനായിട്ട് ശ്രമിച്ചു. അത് മറ്റാരുമല്ല, ഈ സന്യാസി തന്നെയാണ്. അങ്ങനെ ആ ഒരു ക്രിയ ചെയ്യുന്ന സമയത്താണ് സന്യാസിയുടെ അമ്മ പിന്നീന്ന് വന്ന് ഇയാൾ അടിച്ചിടുന്നത്. ആ അടിയിൽ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇയാൾ അവിടെ നിന്ന് ചാമ്പലായി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഭൂമിയിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇയാൾ വേറൊരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ട്. ഇയാളുടെ അടിമയാണ് ആ ഒരു കുറ്റവാളി. ഇയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റവാളിയാണ്. ഇയാൾക്ക് വീണ്ടും പൂർവ്വ ശക്തിയോടെ ഈ ഭൂമിയിൽ വരണം, നല്ലൊരു ശരീരത്തോടെ. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം? നരകത്തിലുള്ള മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കണം. തീറ്റയായിട്ട് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, ആത്മാക്കളെയാണ്. അതുമല്ല അങ്ങനെയാണ് സംഭവിക്കുകയാണെങ്കിൽ നരകത്തിന്റെ വാതിൽ തുറന്നിട്ട് കുറെ അധികം മൃഗങ്ങൾ ലോകത്തോട്ട് വരും. എല്ലാരും കൊന്നുകളയും. ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഈ മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സന്യാസിക്ക് കുറെ അധികം കഴിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ കാണാതെ പഠിച്ചതൊക്കെ ആ ഒരു മന്ത്രവാദം ചെയ്തപ്പോൾ ഇയാളുടെ ദേഹത്തൂടെ കയറി. എന്നാൽ അച്ഛന് കയറാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ സന്യാസിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നു പോകുമ്പോൾ മണ്ടേന്ന് ഒരു പെൺകുട്ടി വിളിച്ചു കൂവുന്നുണ്ട്. എന്തോ ഒരു മൃഗം ആക്രമിക്കാൻ വന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടീനെ രക്ഷിക്കാനായിട്ട് മണ്ടയിലോട്ട് ഓടും. അവൻ ഒരാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവനൊരു പോലീസുകാരനാണ്. എങ്ങനെയും രക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഓടി മണ്ടയിലോട്ട് ചെല്ലും. പിന്നാലെ തന്നെ സന്യാസിയും വിളിച്ചു കൂവി ചെല്ലുന്നുണ്ട്. വേണ്ട, നമുക്കിപ്പോ സമയമില്ല, പെട്ടെന്ന് തന്നെ ആ നരകത്തിന്റെ വാതിൽ അടയ്ക്കണമെന്ന്. എന്നാൽ ജയ്ക്ക് ഇതൊന്നും കേൾക്കാതെ മണ്ടയിലോട്ട് ഓടി ചെല്ലും. മണ്ടയിലോട്ട് ആ മൃഗത്തിനെ അടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഒരു കമ്പി എടുത്തിട്ടാണ് ഓടി പോകുന്നത്. ആ കമ്പി എടുത്ത് മണ്ടയിലോട്ട് ചെന്നിട്ട് ഓരോ മൃഗത്തിനെയായിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അതിനെ അടിച്ച് നശിപ്പിച്ചു കളയും. ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി മറ്റാരുമല്ല, അവന് പരിചയമുണ്ട്. ആ മാളിൽ വെച്ച് മരിച്ചുപോയ ആ പെൺകുട്ടിയാണ്. അവള് ഫോൺ എടുത്ത് ആരെയും വിളിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ മരിച്ചുപോയ ആ പെൺകുട്ടി. ഇവനിപ്പോ കൺഫ്യൂഷൻ അടിക്കും. ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? മരിച്ചുപോയ ഒരു പെൺകുട്ടിയല്ലേ നിൽക്കുന്നത്. അവളോട് ചോദിക്കും, നീ മരിച്ചുപോയതല്ലേ? ആ മാളിൽ നിന്നല്ലേ എന്ന്. പക്ഷെ അവൾക്ക് മാളിൽ നിന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, മരിച്ചുപോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൾക്ക് വേറൊരു കുറ്റബോധം എന്താന്ന് വെച്ചാൽ അവൾ ഒരു തെറ്റ് ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ടിനെ അവൾ ചതിച്ചു. അതും ബോയ് ഫ്രണ്ടിന്റെ കൂട്ടുകാരനായിട്ട്. അതുകൊണ്ടാണ് ആ മോളിൽ വെച്ച് അവനെ വിളിക്കാനായിട്ട് ശ്രമിച്ചത്, ബോയ് ഫ്രണ്ടിനോട് ക്ഷമ പറയാനായിട്ട്. ഈ കാര്യം പറഞ്ഞ് അവൾ കുറ്റബോധപ്പെട്ട് കരഞ്ഞു നിൽക്കുമ്പോൾ മറ്റേ ആ ഒരു വലിയ മൃഗം ഉണ്ടല്ലോ, അത് അവരെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. പക്ഷെ ജയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടും, ആ മൃഗത്തിന്റെ നിന്ന് രക്ഷപ്പെടാനായിട്ട്. എന്നാൽ പോകുന്ന വഴിക്ക് തന്നെ ആ മൃഗം എത്തിപ്പിടിക്കും ആ പെൺകുട്ടീനെ. ആ പെൺകുട്ടീനെ പിടിച്ചിട്ട് അവളുടെ തല കടിച്ചു പറിച്ച് തിന്നു കളയാണ്. ജയ്ക്ക് ഇത് കണ്ട് ആകെ അന്തമിട്ട് നിന്ന് പോകുന്നുണ്ട്. ആ സമയം സന്യാസി വന്ന് അവനെ പിടിക്കും. നമുക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നരകത്തിന്റെ വാതിൽ അടയ്ക്കണമെന്ന്. ഇല്ലെങ്കിൽ ഓരോ മനുഷ്യരായിട്ട് ചത്ത് വീണുകൊണ്ടിരിക്കും. അതെല്ലാം ജയ്ക്ക് മുമ്പിൽ കാണേണ്ടിയും വരും. രാത്രി ആവുന്ന സമയത്ത് ജയ്ക്കും ആ സന്യാസിയും കൂടി ഇരുന്ന് സംസാരിക്കും. ജയ്ക്കിനൊന്നും മനസ്സിലാവുന്നില്ല. അവന് ദേഷ്യം വരികയാണ്. കാരണം മരിച്ചുപോയ പെൺകുട്ടീനെയാണ് അവൻ കണ്ടേക്കുന്നത്. അവന്റെ ഈ വിപ്രാളം കണ്ടിട്ട് സന്യാസി കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. മറ്റൊന്നുമല്ല, ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാരാണ് വരുന്നത്. അത് മോശപ്പെട്ട ആത്മാക്കളുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ആ പെൺകുട്ടി വന്നത്. അതും ബോയ് ഫ്രണ്ടിനെ ചതിച്ചതുകൊണ്ട്. ജയ്ക്ക് ഇവിടെ എന്തിനാ വന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. അവ ഫാമിലി ആയിട്ട് സമയം പങ്കിടാതെ ജോലി എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നില്ലേ. അതുപോലെ തന്നെ അവൻ ഈ ഒരു കാവൽക്കാരനായിട്ട് മാറാനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് അവൻ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടിട്ട് വീണ്ടും ജീവനോടെ വന്നു. അതും ബ്ലഡ് മൂണിന്റെ ദിവസമാണ്. എന്നാൽ അമ്മ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവൻ ഒരു കാവൽക്കാരനായിട്ട് മാറിയത്. അവന് മാത്രമേ ഈ നരകവാതിൽ അടയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഫുള്ള് തുറന്നാൽ ഈ ഒരു സന്യാസിയുടെ അച്ഛൻ കൂടുതൽ ശക്തനാവും, എല്ലാം നശിപ്പിക്കും. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. ജയ്ക്കിന് വേറെ
മാർഗ്ഗമില്ല, എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കിയേ പറ്റൂ, ആ നരകവാതില് അടച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഓരോ മനുഷ്യരായിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കും. കട്ട് ചെയ്താൽ പ്രയാഗേനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവർ ഹോട്ടൽ റൂമിൽ ഇരിപ്പുണ്ട്. ആ സമയം ഡോറിന്റെ പുറത്ത് ആരോ കൊട്ടുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ഞാൻ ജെയ്ക്കാണ്, എത്രയും പെട്ടെന്ന് തുറക്ക്, സോംബീസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ അത് ജെയ്ക്കാണ്. എന്നാൽ ജെയ്ക്ക് ഈ ലോകത്തില്ല. അപ്പൊ ഇതാരാണ് അറിയില്ല. വീണ്ടും ജെയ്ക്കിനെയും, അതായത് ഒറിജിനൽ ജെയ്ക്കിനെയും ആ സന്യാസിനെയും കാണിക്കുകയാണെങ്കിൽ അവരൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അന്നത്തെ രാത്രിക്ക് ശേഷം. ഇപ്പൊ പിറ്റേന്നായിട്ടുണ്ട്. അവിടെ വരുമ്പോൾ വേറെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ മൃഗങ്ങളുടെ പ്രത്യേകം മറ്റൊന്നുമല്ല, ഈ മനുഷ്യർ പേടിച്ചോടുവാണെങ്കിൽ അവരുടെ പിന്നാലെ ഉപദ്രവിക്കാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ പേടിച്ചോടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിലോട്ട് പോകാനുള്ള ഒരു വാതിൽ കണ്ടുപിടിക്കണം. അവർക്ക് ഭൂമിയിൽ പോയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയത്തുള്ളൂ, മനുഷ്യരെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവർക്ക് ഭൂമിയിലോട്ട് പോകാൻ പറ്റും, ജെയ്ക്കിനും അതുപോലെ തന്നെ ഈ സന്യാസിക്കും. ഈ സന്യാസി മരണപ്പെട്ടിട്ടില്ല. സന്യാസിക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആത്മാക്കൾ സഞ്ചരിക്കുന്ന ലോകത്ത് വരാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് ചെല്ലും, ഒരു ബിൽഡിങ്ങിന്റെ അകത്ത്. അവിടെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ജീവികളുണ്ട്. അത് വന്ന് അവരെ ആക്രമിക്കും, 2 എണ്ണം. എന്നാൽ ഈ സന്യാസി വെറുതെ വിടത്തില്ല, അതിനെ പൊതിരെ തല്ലും. ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരെണ്ണത്തിന് നല്ല രീതിയിൽ തല്ല് കിട്ടിയപ്പോൾ ബാക്കിയുള്ളതും പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ജെയ്ക്ക് ആദ്യമേ തന്നെ അവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നു, കാരണം സമയമില്ല, നരകവാതിൽ തുറക്കപ്പെടും. പിന്നാലെ തന്നെ ആ ഒരു മൃഗത്തിനെ അടിച്ചു ഓടിച്ചിട്ട് ഈ സന്യാസിയും ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരു തിയേറ്ററിൽ ചെല്ലും. സന്യാസി ആദ്യം തന്നെ മുമ്പിലോട്ട് ഓടും. എന്നാൽ ജെയ്ക്കിന് വരാനായിട്ട് കഴിയുന്നില്ല, കുറെ അധികം മൃഗങ്ങളുണ്ട്. എന്നാൽ സന്യാസി പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അവന് കൈ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ജെയ്ക്ക് ഓടി വന്ന് അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നാൽ മാത്രം മതി. സന്യാസി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വടി ഉപയോഗിച്ച് അവിടെ കുത്തുമ്പോൾ അവിടെ ഒരു വാതിൽ തുറക്കപ്പെടും. പെട്ടെന്ന് തന്നെ ഒരു ഭൂമിയിൽ എത്തിപ്പെടുകയാണ്. ജെയ്ക്കും അതുപോലെ തന്നെ സന്യാസിയും. ഇവര് നേരത്തെ ഉള്ളത് ആത്മാക്കളുടെ ലോകത്തായിരുന്നു, എന്നാൽ ഇപ്പോൾ ഉള്ളത് ഭൂമിയിലാണ്. ഭൂമിയിൽ വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ. ഈ ഒരു ഭൂമിയിൽ ഇങ്ങനത്തെ മൃഗങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ലോകത്ത്, ആത്മാക്കളുള്ള ലോകത്ത് മാത്രമേ അങ്ങനത്തെ മൃഗങ്ങൾ കാണത്തുള്ളൂ. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്ന് ജെയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. അവിടെ തന്നെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അത് ജെയ്ക്കിന്റെ രൂപമല്ല, മറ്റൊരു രൂപമാണ്. അവൻ ഇത് കണ്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. ആകെ ദേഷ്യപ്പെട്ട് ആ സന്യാസിയോട് ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അയാൾ പറഞ്ഞു കൊടുക്കും ജെയ്ക്ക് ഓൾറെഡി മരിച്ചുപോയി, അത് ആ ഒരു സ്ഥലത്ത് വെച്ചാണ് മരിച്ചു പോയത്. ഇനി അവന് ജീവനോടെ തിരിച്ചു വരാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇങ്ങനെ ഓരോരുത്തരുടെ ബോഡിയിൽ വരാനായിട്ടേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മരിച്ച ഒരാളുടെ ബോഡിയിലാണ് അവൻ കയറിയിരിക്കുന്നത്. ജെയ്ക്കിന്റെ ശരീരം അവരുടെ ഇല്ല, അതിനകത്ത് തിരിച്ചു കയറാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും ആ സന്യാസി അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളെന്ന്. ഇവൻ ഈ നരകവാതിൽ അടച്ചില്ലെങ്കിൽ ഭൂമി മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത് നശിച്ചു പോയിക്കാം. കട്ട് ചെയ്താൽ പ്രയാഗേനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ തന്നെ ജെയ്ക്കുണ്ട്. എന്നാൽ അവൻ ജെയ്ക്കല്ല, ആ ഒരു കുറ്റവാളിയാണ്. കാരണം കണ്ണാടി വഴി നോക്കുമ്പോൾ ആ ഒരു കുറ്റവാളിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്, അവന്റെ യഥാർത്ഥ രൂപം. ജെയ്ക്കിന്റെ ദേഹത്ത് മുറിവൊക്കെ ഉണ്ടല്ലോ, അതായത് ജെയ്ക്കിന്റെ ശരീരത്ത്. അതുകൊണ്ട് തന്നെ ആ കുറ്റവാളി അടുത്ത് വന്നിരിക്കുകയാണ്, മുറിവ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. പ്രയാഗയ്ക്കും കുട്ടിക്കും മനസ്സിലായിട്ടില്ല അത് ജെയ്ക്കല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത് കുറ്റവാളിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എന്നാൽ അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസമുള്ളത് പോലെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഈ നേരം ഇവിടെ ജെയ്ക്കിനെയും അതുപോലെ സന്യാസിയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഭൂമിയിൽ കൂടെ നടക്കാണ്, അവന്റെ ഫാമിലിനെ കണ്ടെത്തി രക്ഷിക്കാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ സന്യാസി ഒരു തോക്കും അതുപോലെ തന്നെ ഒരു കത്തി എടുത്ത് ജെയ്ക്കിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജെയ്ക്കിന്റെ ശരീരമല്ല അവന്, എന്നാലും നമ്മൾ അതുപോലെ കാണിക്കുന്നതാണ്. ആ കത്തി വെച്ച് ആ ഒരു കുറ്റവാളിനെ കൊല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ കത്തി വെച്ച് കുത്തുന്ന സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു നരക ലോകത്തെത്തും. അതുപോലെ തന്നെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ ആ നരക ലോകത്തെത്തും. ആ 2 ആയുധം വെച്ച് അവനെ കൊല്ലാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഈ തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ജെയ്ക്കിന് മാത്രമാണ്. ജെയ്ക്കിന് മാത്രമെന്ന് പറഞ്ഞാൽ ആ സന്യാസിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല, വേറെ ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. സന്യാസി അത് ഉപയോഗിച്ചാൽ അത് പാപമാണ്. അവൻ ദുഷ്ടതയുടെ പാതയിൽ പോകത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അങ്ങനെ പോയാൽ അവന് ശിക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാനായിട്ട് കഴിയത്തില്ല. വീണ്ടും പ്രയാഗനെയും കുട്ടീനെയും അതുപോലെ തന്നെ ആ കുറ്റവാളിനെയും കാണിക്കുകയാണെങ്കിൽ കുറ്റവാളി അഭിനയിക്കുകയാണ് അവരുടെ മുമ്പിൽ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന്. അതുമല്ല ഇവന് ഏതോ കറക്റ്റ് ആയിട്ടുള്ള, അതായത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അറിയാമെന്നും പറയുന്നുണ്ട്. ഇവരത് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് ഒരു പാവ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ ഒരു മോളിൽ വെച്ച് കണ്ട ആ ഒരു പാവ ഇല്ലേ, രക്തം പുരണ്ട, ആ പാവ തന്നെ. എന്നാൽ ആ കുട്ടി വാങ്ങുന്നുണ്ട്. കുട്ടിക്ക് നല്ല പേടിയാവുന്നുണ്ട്, അച്ഛന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു വ്യത്യാസം ഉള്ളത് പോലെ. പ്രയാഗയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ ആ ഒരു വീഴ്ചയുടെ ഇടയിൽ അങ്ങനെ അവന്റെ തലയിൽ വല്ലതും പറ്റിയതാണെങ്കിലോ അങ്ങനെ വിചാരിക്കും. മാളിൽ വെച്ച് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ തലയിടിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നേ. ആ നേരം ആ റൂമില് ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അതെനിക്കുള്ള കോളാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുറ്റവാളി ആ ഫോൺ പോയി എടുക്കുന്നുണ്ട്. എന്തൊക്കെയോ പേപ്പറിൽ എഴുതിയും വെക്കുന്നുണ്ട്, അറിയില്ല എന്തൊക്കെയാണെന്ന്. അതിപ്പോ ആരാ വിളിച്ചതെന്നും അറിയാൻ പാടില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു റൂമിലോട്ട് സന്യാസിയും അതുപോലെ തന്നെ ജെയ്ക്കും വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല, കുറ്റവാളിനെ കാണാനില്ല, മോളെ കാണാനില്ല, അതുപോലെ തന്നെ പ്രയാഗേനെയും കാണാനില്ല. ജെയ്ക്ക് അവിടെ എല്ലാം പരതുമ്പോൾ താഴ്ന്ന് കുട്ടിയുടെ നിലവിളി കേൾക്കാം. അതുകൊണ്ട് തന്നെ ജെയ്ക്ക് പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി ഓടി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പ്രയാഗേനെയും കുട്ടീനെയും
ജെയ്ക്കിനെയും കാണുന്നുണ്ട്. എന്നാൽ ജെയ്ക്കിന്റെ രൂപമല്ല അവന് വേറൊരു മനുഷ്യന്റെ രൂപമാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല ജെയ്ക്ക് തോക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്രയാഗയും കുട്ടിയും പേടിച്ച് നിൽക്കുമ്പോൾ അവന്റെ പിന്നിലൂടെ ആ ഒരു കുറ്റവാളി വന്ന് ജെയ്ക്കിനെ ആക്രമിക്കും. ജെയ്ക്ക് തിരിച്ചു ആക്രമിക്കുന്നുണ്ട്. ജെയ്ക്കിനെ തറയിലിട്ട് അമക്കിയിട്ട് ജെയ്ക്കിനോട് പറയും, ഇനി തൊട്ട് നിന്റെ ഭാര്യയും കുട്ടിയും എനിക്കുള്ളതാ, ആ ഒരു ഫാമിലി എനിക്കുള്ളതാ. നിനക്ക് ഞാനൊരു അവസരം തന്നായിരുന്നു നിന്റെ ഭാര്യയും കുട്ടീനെ നന്നായിട്ട് നോക്കാനായിട്ട്. എന്നാൽ നീ നോക്കിയോ, നീ നാട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോയി, പോലീസ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇനി നിനക്ക് നിന്റെ കുടുംബത്തിന് കിട്ടത്തില്ല, അവരെനിക്കുള്ളതെന്ന് പറഞ്ഞ് ജെയ്ക്കിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ജെയ്ക്കിന് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ കുറ്റവാളിയാണ് ഒരു പടി മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ജെയ്ക്ക് മോശക്കാരനൊന്നുമല്ല, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ഫൈറ്റ് ചെയ്ത് തന്നെ തൊട്ട് സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിനകത്ത് പോയി വീണിട്ട് രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യും. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് വെള്ളത്തിന്റെ മണ്ടയിലോട്ട് പൊങ്ങി വരും. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രയാഗ തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പേടിപ്പിക്കുന്നുണ്ട്. ആര്? ജെയ്ക്കിനെ തന്നെ, ഒറിജിനൽ ജെയ്ക്കിനെ, അതായത് ആ ഒരു മനുഷ്യന്റെ ശരീരത്തുള്ള ജെയ്ക്കിനെ. പക്ഷേ ജെയ്ക്ക് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട്, പേടിക്കണ്ട, ഇത് ഞാനാണ്, നിങ്ങൾക്ക് തോന്നുകയാണ്, ആ ശരീരം എന്റേതാണ്, പക്ഷേ അതിനകത്ത് വേറൊരാളാണ്, അവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ആ ഒരു കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കുഞ്ഞുകുട്ടി അച്ഛനോട് ചോദിക്കും, അച്ഛാ എന്നാ പിന്നെ എനിക്ക് സത്യം താന്ന്. അച്ഛൻ സത്യം കൊടുക്കും. ആ കുട്ടിയോട് അച്ഛൻ സാധാരണ രീതിയിലല്ല സത്യം ചെയ്യാറ്, പിങ്കി പ്രോമിസ് ആണ്. അതായത് ഈ കുഞ്ഞു വിരൽ വെച്ച് പ്രോമിസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ആ കുട്ടി പഠിപ്പിച്ച രീതിയിൽ പ്രോമിസ് ചെയ്യും. എന്നാല് കുറ്റവാളിക്ക് അറിയത്തില്ലല്ലോ. ജെയ്ക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് മനസ്സിലായി അതാണ് ഒറിജിനൽ അച്ഛൻ, എന്നാൽ ആ ശരീരത്തുള്ളത് വേറെ ആരും കണ്ടാണെന്ന്. എന്നാൽ അത് പ്രയാഗയ്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ. പ്രയാഗ തോക്കെടുത്ത് ജെയ്ക്കിനെ തന്നെ ഷൂട്ട് ചെയ്യും. ജെയ്ക്ക് അവിടെ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. ജെയ്ക്ക് ഉടനടി തന്നെ ആ ഒരു മറ്റേ ലോകത്തെത്തുന്നുണ്ട്, ആ ഒരു നരക ലോകത്ത്. നരകമല്ല, സ്വർഗമല്ല, ഭൂമിയല്ല, അങ്ങനത്തെ ഒരു ലോകം. അവൻ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്ത് എങ്ങനെയൊക്കെ നീന്തി ഇറങ്ങുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു മൃഗം വന്ന് അവനെ കടിച്ചു പറിച്ച് കൊന്നു കളയാണ്. ഇപ്പൊ ഇവിടെ ഭൂമിയിൽ കാണിക്കുകയാണെങ്കിൽ ആ ഒരു കുറ്റവാളി സ്വിമ്മിംഗ് പൂളിന്റെ പുറത്തോട്ടിറങ്ങി വരും. പ്രയാഗ തോക്ക് പിടിച്ച് നിപ്പുണ്ട്. പേടിക്കേണ്ട ഒന്നുമില്ല, ആ തോക്ക് ഇങ്ങ് താന്ന് പറഞ്ഞ് അവൻ അടുത്തോട്ട് വന്ന് ആ തോക്ക് വാങ്ങും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോണ്ടേ, എനിക്കൊരു അടിപൊളി സ്ഥലം അറിയാമെന്ന് പ്രയാഗയോട് പറയും. പ്രയാഗയ്ക്ക് നല്ല പ്രതീക്ഷയോടെ നിൽക്കുകയാണ്, ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോവാലോ. അപ്പോഴാണ് ഭിത്തിയുടെ പിറകിലായിട്ട് ഒരു ചുമന്ന രക്തം തുളുമ്പുന്ന ഒരു വാതില് പ്രത്യക്ഷപ്പെടുന്നത്. കുട്ടി അമ്മയോട് പറയുന്നുണ്ട്, ഇത് അച്ഛനല്ല, അച്ഛൻ നമ്മളെ പറ്റിക്കുവാണെന്ന്. എന്നാൽ പ്രയാഗ മാക്സിമം പറയുന്നുണ്ട് ഇത് അച്ഛനാണ്, വേറെ ആരും അല്ലാന്ന്. പക്ഷെ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ മരിച്ചു പോയതാണ് അച്ഛനെന്ന്. എന്നാൽ പ്രയാഗയ്ക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ രക്തത്തിന്റെ വാതില് കാണാം. ഇത് കാണുമ്പോൾ കുറ്റവാളിക്ക് സന്തോഷമാവും. വാ നമുക്ക് ഇതുവഴി പോവാന്ന് പറഞ്ഞ് അവരെ വിളിക്കും. അവർക്ക് എന്ത് വേണമെന്ന് അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ ജെയ്ക്കിനെ കാണിക്കുകയാണെങ്കിൽ ജെയ്ക്ക് മരിച്ചിട്ടില്ല, സന്യാസി അവനെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ നരകലോകത്താണ്. ഈ നരകലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഭൂമിയിലോട്ട് പോകണമല്ലോ. അങ്ങനെ ഈ നരകലോകത്ത് നിന്ന് പുറത്തു പോകാനായിട്ട് ആ ലോകത്ത് തന്നെ ഒരു വാതിലുണ്ട് ഭൂമിയിലോട്ട് പോകാനായിട്ട്. അവിടെ ചെന്നാൽ മതി നേരത്തെ പോലെ. അതുകൊണ്ട് തന്നെ അവർ നടന്ന് ഒരു പഴയ ബിൽഡിങ്ങിന്റെ അവിടെ ചെല്ലും. അതേപോലെ തന്നെ ഭൂമിയിൽ വെച്ച് അതേ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു സന്യാസിയുടെ അച്ഛനും അതുപോലെ തന്നെ കുറ്റവാളി മന്ത്രവാദങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവര് വാതിൽ ഓപ്പൺ ആയ ഡയറക്റ്റ് ഭൂമിയിൽ ഈ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ചെല്ലുന്നത്. ഇവർക്ക് എളുപ്പമായല്ലോ, ഡയറക്റ്റ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്താൽ മതി. ഈ നേരം പ്രയാഗിനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ ആ ഒരു കുറ്റവാളി ഇവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ വാതിൽ വഴി. ആ നേരം അങ്ങോട്ട് ആ സന്യാസിയുടെ അച്ഛൻ വരുന്നുണ്ട്. അയാൾ നല്ല ചെറുപ്പമാണ്. അയാൾ വന്നിട്ട് അയാളെ പരിചയപ്പെടുത്തും. എന്നാൽ പ്രയാഗിയും കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് വേറെ കുറെ കാവൽക്കാർ വരുന്നുണ്ട്. ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് മറ്റൊന്നിനുമല്ല, നരകത്തിന്റെ കാവൽക്കാരൻ ആരാണ്? ജെയ്ക്കാണ്. ജെയ്ക്കിന്റെ കുട്ടീനെ ബലി കൊടുക്കുവാണെങ്കിൽ ഇയാൾ ഒരുപാട് ശക്തനാവും. അതിനുവേണ്ടി ഈ കുട്ടീനെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നേക്കുകയാണ്. പ്രയാഗയ്ക്ക് കാര്യം മനസ്സിലായി, പക്ഷെ കുട്ടിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. എന്നാൽ കുട്ടിക്ക് നല്ല പേടിയാണ്. പ്രയാഗയും കുട്ടിയും കൂടെ പേടിച്ച് അവിടെ മാറി നിപ്പുണ്ട്. ഇവരെ രക്ഷിക്കാനായിട്ട് ആരുമില്ല. എന്നാൽ ഇതേ നേരം തന്നെ ജെയ്ക്കും അതുപോലെ തന്നെ സന്യാസി നരകലോകത്ത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതേ സെയിം ബിൽഡിംഗ് തന്നെ. അവിടെ ആ ഒരു വാതിലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മൃഗങ്ങൾ അവിടെ കൂടെ നടക്കുന്നുണ്ട്. ആ മൃഗങ്ങൾ മറ്റൊന്നിനല്ല നടക്കുന്നത്, ഇവരുടെ ആത്മാക്കളെ തിന്നാനാണ്. ഇവര് തന്നെയാണ് ആത്മാക്കൾ. എന്തായാലും സന്യാസി അവിടെ വന്നിട്ട് ഒരു കമ്പെടുത്ത് അവിടെ കുത്തും, ജെയ്ക്കിന്റെ കൈയും പിടിച്ചിട്ട്. പെട്ടെന്ന് തന്നെ ഇവര് ആ ഒരു ഭൂമിയിൽ എത്തുന്നുണ്ട്. ഈ നേരം ഭൂമിയിൽ എന്താ നടക്കുന്നതെന്ന് നോക്കിയാൽ ആ പെൺകുട്ടീനെ ആകാശത്ത് പറത്തി നിർത്തിയിരിക്കുകയാണ്. അതിനെ കൊല്ലാനായിട്ട് കത്തി എടുത്തിട്ടുണ്ട് ആ ഒരു അച്ഛൻ. പ്രയാഗയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവൾ ഇതെല്ലാം നോക്കി അവിടെ നിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രയാഗിനെ ആ ഒരു കുറ്റവാളി പിടിച്ചു വെച്ചിട്ടുണ്ട്. ജെയ്ക്കിന്റെ ശരീരം തന്നെയാണ്. ആ നേരമായിരിക്കും നമ്മുടെ ഒറിജിനൽ ജെയ്ക്കിന്റെ എൻട്രി. അവൻ വന്നിട്ട് അവിടുത്തെ കാവൽക്കാരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാണ്. എല്ലാത്തിനെയും അടിച്ചിടുന്നുണ്ട്. അവന്റെ ആ കത്തിയുണ്ട്. ആ കത്തിക്ക് കുത്തുമ്പോൾ തന്നെ എല്ലാവരും ചത്തുപോകുന്നുണ്ട്. എല്ലാവരെയും അടിച്ചിട്ടതിന് ശേഷം അച്ഛൻ കുറ്റവാളിയോട് ജെയ്ക്കിനെ തീർക്കാനായിട്ട് പറയും. കുറ്റവാളി ജെയ്ക്കുമായിട്ട് ചെന്ന് ഫൈറ്റ് ചെയ്യും. ജെയ്ക്കും അവനും വിട്ടുകൊടുക്കത്തില്ല. അതുപോലെ തന്നെ ജെയ്ക്കിന്റെ ശരീരം വ്യത്യാസമാണ്. ഏതോ ഒരു ശക്തനായിട്ടുള്ള മനുഷ്യന്റെ ശരീരമാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ജെയ്ക്കിന്റെ ദേഹത്ത് ഒരുപാട് മുറിവ് പറ്റുന്നുണ്ട്. ജെയ്ക്കിന്റെ ആ ഒരു മാന്ത്രിക കത്തി എടുത്തിട്ടാണ് ആ ഒരു കുറ്റവാളി അവനെ കുത്തുന്നത്. എന്നാൽ ജെയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. ജെയ്ക്ക് മരണപ്പെടുന്നില്ല. പകരം കുറ്റവാളിനെ ഉപദ്രവിക്കാൻ
നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും, അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ കഴിയുന്നില്ല. രണ്ടുപേരും ശക്തന്മാരാണ്. ഈ നേരം പ്രയാഗം നോക്കുമ്പോൾ അവളുടെ കുട്ടീനെ മറ്റേ അയാൾ കുത്തി കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്, മന്ത്രവാദം ചെയ്യാനായിട്ട്. എന്നാൽ അവള് വിടത്തില്ല. അവളുടെ ഒരു തോക്കുണ്ട്. ആ തോക്ക് എടുത്തിട്ട് ഒറ്റ പൊട്ടീരാണ്. അത് മറ്റാരെയും തോക്കല്ല, നമ്മുടെ സന്യാസി ജെയ്ക്കിന് കൊടുത്തതാണ്. അയാളുടെ കൈ അവിടെ നിന്ന് തെറിച്ച് വിട്ടു പോവുകയാണ്. ഈ നേരം പ്രയാഗ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവളെ വേറൊരു കാവൽക്കാരൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ കാവൽക്കാരനെ തള്ളി മാറ്റിയിട്ട് അവൾ തറയിൽ കിടക്കുന്ന തോക്കെടുക്കും. അമറുടെ ഫൈറ്റിന്റെ ഇടയിൽ ആ തോക്ക് തെറിച്ചു പോയതാണ്. ഈ നേരം ജെയ്ക്ക് കുറ്റവാളിനെ തറയിൽ പിടിച്ച് അവന്റെ മണ്ടയിൽ കത്തി കുത്തി ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നടക്കില്ല, അവനെ കൊണ്ട് കഴിയുന്നില്ല. പ്രയാഗ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ വേറൊരു കാവൽക്കാരൻ വന്ന് അവളെ തള്ളിയിടും. അവളുടെ കയ്യിലിരിക്കുന്ന തോക്ക് താഴോട്ട് തെറിച്ചു പോയിട്ടുണ്ട്. അത് തറയിൽ വീണിട്ടുണ്ട്. ജെയ്ക്ക് പെട്ടെന്ന് തന്നെ ചാടി എണീക്കും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാതെ. എന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് ആ ഒരു കാവൽക്കാരന്റെ നേർക്ക് എറിയാണ്. കാരണം പ്രയാഗയ്ക്കൊന്നും പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കാവൽക്കാരൻ അവിടെ ചത്തു വീഴുന്നുണ്ട്. പ്രയാഗയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജെയ്ക്കിന്റെ ആയുധമില്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളി വന്ന് ജെയ്ക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ പ്രയാഗ വെറുതെ വിടത്തില്ല. അവിടെ കിടക്കുന്ന ആ തോക്കെടുത്ത് ജെയ്ക്കിന്റെ എറിഞ്ഞു കൊടുക്കും. ജെയ്ക്കും വെറുതെ വിടത്തില്ല. ജെയ്ക്ക് ഫൈറ്റിൽ നിന്ന് തെന്നു മാറി ആ തോക്ക് കൈക്കലാക്കി അവനെ നോക്കി ഒറ്റ പൊട്ടിയിട്ടാണ്. അവൻ ദൂരോട്ട് തെറിച്ചു വീഴുന്നുണ്ട്. എന്നാൽ വീഴുന്നത് ഭൂമിയിലല്ല, പകരം ആ നരകലോകത്താണ്. ആ നരകലോകത്ത് പോയി വീഴുന്നുണ്ട്. അവിടെ വെച്ച് എന്താ നടക്കുക? അവൻ വീണ ഉടനെ തന്നെ ആ ഒരു മൃഗം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതവന് കൈവച്ച് എടുത്തിട്ട് അവനെ രണ്ടായിട്ട് പിന്നിക്കീറി കളയാണ്. അവന്റെ ആത്മാവിനെയും അത് കൈക്കലാക്കി കഴിഞ്ഞു. അവൻ നശിച്ചു കഴിഞ്ഞു. അവൻ ജീവനോടെ ഇല്ല, ആത്മാവായിട്ടും ഇല്ല. എല്ലാം തീർന്നു. അവന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ നേരം സന്യാസിയെ കാണിക്കുകയാണെങ്കിൽ സന്യാസി ഭൂമിയിൽ അച്ഛനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അച്ഛന്റെ പ്ലാനൊന്നും നടന്നില്ലല്ലോ. അച്ഛന് ആ കുട്ടീനെ കൊല്ലാനായിട്ടൊന്നും കഴിഞ്ഞില്ല. കാരണം ഇവിടെ ഫൈറ്റ് നടന്നു. ആ മന്ത്രവാദം നടക്കാതെ നോക്കിയത് മറ്റാരുമല്ല, സന്യാസി തന്നെയാണ്. ഇപ്പൊ ഈ അച്ഛന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. സന്യാസി അച്ഛനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. സന്യാസിക്ക് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ടൊന്നും കഴിയത്തില്ല. അത് ചെയ്യാനായിട്ട് പാടില്ല. അവൻ അതിന്റെ ശിക്ഷ കിട്ടും. എന്നാൽ ജെയ്ക്ക് വെറുതെ വിടത്തില്ല. അവന്റെ കുടുംബത്തിനെ ദ്രോഹിക്കാൻ നോക്കിയതല്ലേ. ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് അച്ഛന്റെ ദേഹത്ത് ഒറ്റ കുത്താണ്. പക്ഷേ അച്ഛൻ ചിരിക്കും. ജെയ്ക്ക് നിനക്കൊരു കാര്യം അറിയാമോ? ഈ നരകത്തിന്റെ വാതിൽ അടയ്ക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ജീവനോട് ഇരിക്കാൻ പറ്റത്തില്ല, നീ നരകത്തിൽ പോവേണ്ടി തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ നശിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. ജെയ്ക്ക് സന്യാസിയോട് ചോദിക്കും, ഇതെല്ലാം സത്യമാണോ? ഞാൻ നരകത്തിൽ പോവേണ്ടി വരുമോ എന്ന്. സന്യാസി അതേന്ന് പറയും. സന്യാസി വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ കണ്ടുപിടിച്ചിട്ടില്ല. സന്യാസി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. ഇപ്പൊ ജെയ്ക്കിന് മനസ്സിലായി കുടുംബത്തിനെ രക്ഷിക്കണമെങ്കിൽ അവൻ നരകത്തിലോട്ട് പോകണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ പതിയെ കുടുംബത്തിന്റെ അടുത്ത് ചെല്ലും, കുട്ടിയെ സമാധാനപ്പെടുത്തും. അതുപോലെ തന്നെ പ്രയാഗിനെ സമാധാനപ്പെടുത്തും. ഒന്നുമില്ല, ഞാൻ പോയാലേ ഇതെല്ലാം ശരിയാക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതിന് ഞാൻ പോയേ പറ്റൂ. എന്തായാലും ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരാനായിട്ട് ഞാനൊരു വഴി കണ്ടുപിടിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരെയും സമാധാനപ്പെടുത്തും. അതുപോലെ പ്രയാഗയ്ക്ക് ഒരു ഉമ്മവും കൊടുത്തിട്ട് എല്ലാരും കൂടെ കരയുമ്പോൾ സന്യാസി വിളിച്ചിട്ട് പറയും, പോവാനായിട്ട് സമയമായി, നരകത്തിന്റെ വാതിൽ തുറക്കാനായിട്ട് കുറച്ചുകൂടെ സമയമുള്ളെന്ന്. അതുകൊണ്ട് തന്നെ ജെയ്ക്ക് ആ സന്യാസിയുടെ പിന്നാലെ ചെല്ലും. പിന്നാലെ തന്നെ പ്രയാഗയും കുട്ടിയുണ്ട്. എന്നാൽ ഇവർ അടുത്തോട്ട് ചെല്ലുന്നില്ല. ഇവർക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും കാര്യമില്ല, ജെയ്ക്ക് പോയേ കഴിയത്തുള്ളെന്ന്. ഈ ഭൂമിനെ രക്ഷിക്കാനായിട്ട് ജെയ്ക്ക് പോയേ കഴിയത്തുള്ളൂ. സന്യാസി എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കും അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ ജെയ്ക്ക് ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വാതിൽ വഴി നരകത്തിലോട്ട് കയറി ചെല്ലും. അതാണെങ്കിൽ ഒരുപാട് ചൂടുള്ള ഒരു സ്ഥലമാണ് ഈ നരകം. അവൻ ആ നരകത്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് തന്നെ കത്തി നശിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൻ തിരിച്ചു വരുമായിരിക്കും, അറിയില്ല. എന്തായാലും അവിടെ വെച്ച് നശിക്കുന്നുണ്ട്. ഇതേ നേരം പ്രയാഗിനെയും കുട്ടീനെയും കാണിക്കുകയാണെങ്കിൽ അവര് മുത്തശ്ശിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മുത്തശ്ശീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കട്ട് ചെയ്താൽ കുറച്ച് നാൾക്ക് ശേഷം ഒരു പെൺകുട്ടീനെ കാണിക്കുകയാണ്. അതായത് ഒരു ലേഡി. ആ ലേഡി നമ്മൾ നേരത്തെ കണ്ട ഒരു ബിൽഡിങ്ങില് ഒരു ഫൈറ്റ് ഒക്കെ ചെയ്ത ആ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ വന്നിട്ട് ആ നരകത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. എന്തൊരു മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ നരകത്തിൽ പോയ ജെയ്ക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഈ നരകവാതിൽ വീണ്ടും എന്തിനാണ് തുറന്നത്, അതൊന്നും അറിയാൻ പാടില്ല. അതിനി പുതിയ സിനിമ ഇറങ്ങണം. അത് നമുക്ക് ഭാവിയിൽ വരുവാണെങ്കിൽ നോക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.